അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മോമിനിങ്ങളെ, അള്ളാഹു താലാവിൻ്റെ ഖുർആനിൽ അള്ളാഹുര നല്ല അടിമകളുള്ളോ കോട്ടാനുകോട്ടി അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു താല അക്സെപ്റ്റ് ആക്കി അണിക്കത്തെ അള്ളാഹുരെ പിറസ കിട്ടി അണിക്കത്തെ അള്ളാഹു എല്ലാത്ത കാണാൻ ഇഷ്ടമുള്ള അണിക്കത്തെ അടിമങ്ങ ചെന്നിട്ട് ഒരു ടീമുണ്ട് അവിടെ. അങ്ങുള്ള 12 ലക്ഷണങ്ങളായിട്ട് ചർച്ചയാക്കിക്കൊണ്ട് വന്നോ. അതിൽ ഒലിമ്പോ സോറി 3 പാട്ടിലായിട്ട് ഒലിമ്പ ലക്ഷണങ്ങൾ ചെന്ന് തയ്ത്ത് ഇനി 10 പോണെന്ന് 12 3 ലക്ഷണങ്ങളായിട്ട് ഇതിൽ ചെല്ലു. ഇത് ഭാരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയായിട്ട് ഇന്നത്തെ ക്ലാസ്. അതെന്തേ ഇമ്പോർട്ടൻറ്റ് ഇൻഷാ അല്ലാഹ് ചർച്ച ആക്കുമ്പോൾ നിങ്ങൾക്ക് ഗൊന്താവും. അള്ളാഹു തആലാവിൻ്റെ ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് അങ്ങനെ ആയിട്ടിക്കണം. അള്ളാഹുര നല്ല അടിമകൾക്ക് ഇക്കണായ 12 ലക്ഷണങ്ങളിൽ ഒലിമ്പ ചൊന്തയ്ത്ത് ഇനി 10ാമത്തേത്. وَإِذَا مَرُّوا بِاللَّغْوِ مَرُّوا كِرَامًا وَإِذَا مَرُّوا بِاللَّغْوِ ആ മനുഷ്യന്മാർ, ആ നല്ല അടിമകൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഉത്തര പാർത്ത് ഇലിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരുവിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ലഘുവ്, ഒരു അനാവശ്യ ഒരു ജാഗയിൽ ഒരു പാട്ട് നടന്നുകൊണ്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡാൻസ് നടന്നുകൊണ്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരെ പരിഹസിക്കുന്ന ഒരു പ്രസംഗം നടന്നുകൊണ്ടുണ്ടോ, അല്ലെങ്കിൽ ദീന് ആഫത്ത് ബണ്ടെനിക്കത്തെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടുണ്ടോ, ഇങ്ങനെ ആയിട്ടായിട്ട് അങ്ങനെ കണ്ണിൽ കണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിണ്ടിത്ത് തെല്ലിങ്ങനെ കേൾക്കാ തെല്ല് നോക്കാ ടൈമുണ്ടല്ലേ ചെന്നിട്ട് അങ്ങ് നിൽക്കാല്ലേ. മറു കിറാമ, നല്ല നമ്പർ 1 മര്യാദ ഉള്ള അങ്ങ് പോണ്ട പോലെ അങ്ങ് പോവാറ്. നല്ല മര്യാദ ഉള്ള ഒരാൾ കിട്ടി എല്ലാ ജാഗലും അങ്ങ് പോണ്ടില്ലേ, കിട്ടി എല്ലാ ആൾമാർട്ട് അങ്ങ് മുണ്ടില്ലേ, കിട്ടി എന്തെല്ലാം ഉണ്ട് അതെല്ലാം അങ്ങ് തിന്നില്ലേ, കിട്ടിയ വിഷയത്തിലെല്ലാം ചർച്ച ആക്കല്ലേ. അതായിട്ട് നല്ല മര്യാദ ഉള്ള ആൾമാർ മര്യാദ ഉള്ള അങ്ങ് പോണ്ട പോലെ മറു കിറാമ, നല്ല മര്യാദ ഉള്ള അങ്ങനെ പോലെ അങ്ങും പോണ്ടാറ്. അത് നല്ല ആൾമാരെ ലക്ഷണമായിട്ട് അനാവശ്യ യന്ത്രമെല്ലാം ഉണ്ടാ അതെല്ലാം ആക്കറങ്ങ് അത് യഥാർത്ഥത്തിലുള്ള ഒരു മുഅ്മിന്റെ ലക്ഷണമല്ല. അത് അഫ്ലഹൽ മുഅ്മിനൂൻ ചെന്നിട്ട് അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂന്റെ സ്റ്റാർട്ട് അല്ലാഹു തആല നമുക്ക് ചെന്നതിന്റെ ഒരു വിഷയമുണ്ട്. 6 മുഅ്മിനീങ്ങൾ ചെന്നിട്ട് അല്ലാഹു പഠിപ്പാട്ട് ആ കൂട്ടത്തിൽ ചെല്ലതായിട്ട് എന്തെങ്കിലും അനാവശ്യ വഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ പോയിട്ട് തലയിടല്ല, അകത്യമില്ലാത്ത അധിക പ്രസംഗം ആക്കലങ്ങ, അകത്യമുള്ളത് മാത്രം അങ്ങാക്കുവറ്. അത് യഥാർത്ഥത്തിൽ നല്ല മോമിനിങ്ങളെ ലക്ഷണമായിട്ടിക്കട്. ഏതായാലും അള്ളാഹു താല നിങ്ങൾക്ക് ചെന്നിട്ടേണ്ടത് നല്ല ആൾമാർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമാരുടെ ലക്ഷണം ചെല്ലേണ്ടത്. അങ്ങ എന്തെങ്കിലും ഒരു അനാവശ്യ അങ്ങനെ കണ്ടു പോയെങ്കിൽ പെട്ടുപോയെങ്കിൽ അവിടെ നിന്നിട്ട് ആ ഡാൻസ് എങ്ങനെ ആ പാട്ട് എങ്ങനെ ഇങ്ങനെ നോണ്ട് കാത്തവിടെ ബാക്കിയാവല്ലേ അങ്ങലത്തേറുള്ളൂ ഇങ്ങനെ പോവാറ്. 10ാമതായിട്ടായിട്ട് അല്ലാഹു തആല ഇത് ചെന്നു. 11ാമത്തേത് വൈദാ വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം, ആ മുഅ്മിനീങ്ങളെ റബ്ബുറ ഖുർആന്റെ ആ തിരുവാക്യ അങ്ങനെ എതിർല് ഓതപ്പെട്ടു കഴിഞ്ഞാൽ, ആ ഖുർആന്റെ പലക്കിങ്ങനെ ചെന്നെങ്കിൽ അല്ലെങ്കിൽ അല്ലാഹു തആല ചെന്നിട്ടുള്ള ഓരോ പൽക്കവും അങ്ങനെ നെനപ്പുക വന്നെങ്കിൽ ലം യഖിറൂ അലൈഹാ സുമ്മം വഉമ്യാനാ, അങ്ങ കേട്ടിട്ടും കേൾക്കാത്ത പോലെ കണ്ടിട്ടും കാണാത്ത പോലെ മുന്നോട്ട് പോവലെ. ലം യഖിറൂ അങ്ങ് ബൂന്നു പോവാലെ. സുമ്മൻ വഉമ്യാനൻ, കണ്ണുണ്ടു ആരെയും കാണ്ടില്ലേ, കാതുണ്ടു ആരെയും കേൾക്കില്ല, ആ രൂപത്തിൽ അങ്ങ് മുന്നിൽ പോണ്ടങ്ങല്ല. അത് എന്തോ അതിന് അർത്ഥം എന്തോ അല്ലാഹു തആല എന്തൊക്കെ ചെന്നോ അതിനെ പറ്റി പഠിക്കുവാറ്. അതിൽ അങ്ങ് എന്തെങ്കിലും ഉൾക്കൊള്ളുകിന്നെങ്കിൽ അങ്ങനെ തടികത് ഉൾക്കൊണ്ടിട്ട് അങ്ങ് ജീവിക്കുവാറ്. ഒട്രാസ് ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പമേ അതടി ഇങ്ങനെ കേൾക്കട്ട് ചെന്നിട്ട് അങ്ങനെ നിൽക്കല്ലേ. അല്ലെങ്കിൽ ഖുർആന്റെ വക ഒരാള് ഒരു വയല് ചെന്ന് തരുമ്പോൾ ഒരു ക്ലാസ് തരുമ്പോൾ ചെല്ലും അത് ഖുർആനിൽ അങ്ങനെ നിൽക്കറ് അങ്ങനെ ചെന്നിട്ട് വെക്കറങ്ങല്ലങ്ങ. അത് എന്തുകൊണ്ട് പഠിച്ചിട്ട് നല്ലാവകും അതിന്റെ വക ചിന്തിക്കവും തുടങ്ങിടാറ്. ഇതായിട്ട് 11ാമത്തെ ലക്ഷണം. 12ാമത്തെ ലക്ഷണം ലാസ്റ്റ് വിഷയം. വല്ലദീന യഖൂലൂന, അങ്ങ് എപ്പോഴും ദ്വാർന്നോട്ടേക്കുവാറ്. യഖൂലൂന അങ്ങ് ചെന്നോട്ടിക്കുവാറ്. ചെല്ലുന്നത് നെക്സ്റ്റ് ദുആ ആയതുകൊണ്ട് മഖൂല് ദുആ ആകുമ്പോൾ ഫസ്റ്റ് ചൊന്ന ആ കൗലുകു അതിനനുസരിച്ചുള്ള ധാരാർത്ഥം വെക്കുന്നുണ്ടല്ലേ. അതുകൊണ്ടായിട്ട് വല്ലദീന യഖൂലൂന അങ്ങ് ചെന്നോട്ടിക്കുവാറ്, അങ്ങ് ദ്വാർന്നോട്ടിക്കുവാറ്. എന്തോ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
യഖൂലൂന ദുആർന്നോണ്ടിക്കുന്നത് എന്തോ റബ്ബന ഞങ്ങളെ പടച്ചവനെ ഞങ്ങളെ റബ്ബേ ഹബ്ലന ഞങ്ങൾക്ക് നീ തരുണ പടച്ചവനെ മിൻ അസ്വാജിന ഞങ്ങളെ ജോഡികളിൽ നിന്ന് ജോഡി ചെന്നങ്ങ് ഒരു ആണാണ് ഈ ദ്വാർക്കെങ്കിൽ ഞങ്ങളെ പെഞ്ഞായവാര ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ തരണുണ്ടർത്ത വെക്കാം. അല്ല ഇതൊരു പെണ്ണ് ദ്വാർക്കരുതെങ്കിൽ ഞങ്ങൾ ആ മാപ്പിളബാറ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരണുണ്ട് അങ്ങനെ വാർത്ത വെക്കാം. അപ്പൊ മിന്ന സുവാജിന ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങളെ ജോഡിയിൽ നിന്ന് നിങ്ങൾക്ക് തരണു. ദുര്യാത്തിന ഞങ്ങളെ മക്കളിൽ നിന്നും നിങ്ങൾക്ക് തരണു പഠിച്ചവന് എന്തോ ഖുർറത അയ്യുനിൻ ഖുർറത്ത് ആയുൻ തരണു. ഖുർറത്ത് ആയുൻ ചെന്നെങ്കിൽ കുളിർമ കണ്ണുക സംപു കിട്ട പോലത്തെ കണ്ണുക കണ്ടിട്ട് കൊസി ആവുற പോലത്തെ കണ്ണുക സുറുമയിട്ടെങ്കിൽ കണ്ണുക കൊസി വണ്ടില്ലേ ഒരു കൂളിംഗ് വണ്ടില്ലേ ഇതുപോലെ ഞങ്ങളെ മക്കളെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്കും കണ്ണിൽ ഒരു കുളിർമ പറയണു എന്തിനോ. അപ്പൊ ഞങ്ങളെ മക്കളെ നല്ല അവസ്ഥ കാണണോണ്ടായിരിക്കും. നന്റെ മോണ് കള്ളു കുടിച്ചോണ്ടിന്നെങ്കിൽ ഇതൊരു ബാപ്പായ നക്ക് കണ്ടിട്ട് കണ്ണില് കുളിർമ വരലല്ലേ. നന്റെ മോന് ഏതെങ്കിലും ഒരു കൊല ആരോപിച്ചിട്ട് പേര് കാണുമ്പോ നക്കതിൽ കൊസി വരലല്ലേ. അവിടെ ഞാൻ ദ്വാരക്ക പഠിച്ചോനെ നന്റെ മോന് എന്തിത് ഈ കൊല ആരോപിമാരെ കൂട്ടത്തില ബേജാറാവും, അതുകൊണ്ട് കൺകുളിർമണ്ടത് ചെല്ലില്ല. അതേ ടൈമിൽ നന്റെ മോന് പള്ളിയിൽ ഒരു ഇമാമത്ത് ഡ്യൂട്ടി നിർവഹിച്ചോണ്ടുള്ള നന്റെ മോനല്ലേ ഇമാമത്ത് നിന്റെ ചെന്നിട്ട് ഒരു വാപ്പക്ക് ഒരു ഉമ്മക്ക് കുസി പറഞ്ഞു. നന്റെ മോന് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഒരു വാപ്പകുമ്മക്ക് അത് കുസി പറഞ്ഞു. നന്റെ മോനല്ലേ ഈ ദീന് ചെന്നോണ്ടുള്ളത്. അതുപോലെ നന്റെ ചെറിയ മോലും ഇങ്ങനെ ഖുർആൻ ചന്തത്തിൽ ഓതിര കാണുമ്പോ പഠിച്ചോനെ നിന്റെ ഖുർആൻ നന്റെ മോലെന്ത് ചന്ത ഓതിയോണ്ടുള്ള ആളല്ലേ കണ്ടിട്ട് കുസി പറഞ്ഞു. ഇതായിട്ട് ഇങ്ങനത്തെ കൊസി തണ്ടൻക്കത്തെ കാഴ്ച ഇതായിട്ട് ഖുർറത്തു അയുൻ കണ്ണുകൊള്ളൊരു ഒരു ഖുർറത്ത് ഒരു കുളിർമ ഒരു സംപു ഒരു കൂളു അതായിട്ട്. അപ്പൊ അങ്ങനത്തെ മക്കളെ നങ്കിക്കണോ അതുക്ക് വേണമായിട്ട് ഇങ്ങനെ ദ്വാർക്കണോ. ഈ ആയത്തിൽ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, അതും കൂടി ചെന്നിട്ട് ഈ ആയത്തിലൊരു മഹത്വം ഞാൻ ചെന്നതണ്ടേ. അള്ളാഹു താല ചൊല്ല് നിങ്ങൾ ദ്വാർന്നോണ്ടിക്കുവാരെന്തോ റബ്ബേ ഞങ്ങളെ നീ ആക്കണു ലിൽ മുത്തഖീന ഇമാമാ മുത്തഖീങ്ങളായ നിന്റെ നല്ല അടിമങ്ങ ഞങ്ങളെ കണ്ടിട്ട് എന്തൊരു ഗുഡല്ലേ ഓണ്ട് കണ്ടിട്ട് ഞാൻ പഠിക്കണോ ചെന്നിട്ട് അങ്ങ് ആസിക്കറ പോലത്തെ ഒരു ജീവനെ ഞങ്ങളുടെ കാണണോ. ഇതായിട്ട് മുത്തഖീന ഇമാമാന്റെ അർത്ഥം എങ്ങനെ റബ്ബേ വജഅൽനാ ഞങ്ങളെ നീ ആക്കണം എന്തോ ലിൽ മുത്തഖീന നിന്റെ പേടിച്ച് നടക്കരുത്. ഏതാ ഒരു മൂലയിലുള്ള എനിക്കത്തെ ഒന്നും തട്ടാത്ത കൗമരല്ല, നിന്റെ പേടിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാർ അങ്ങക്ക് ഞങ്ങളെ നീ ആക്കണം എന്തൊരാക്കണം ഇമാമ തുടരപ്പെടുന്ന ഞങ്ങളെ കണ്ടിട്ട് അങ്ങ് പഠിക്കുന്ന പോലത്തെ ഒരു ജീവൻ ഞങ്ങളുടെ നീ തരണോണ്ട്. അങ്ങ് പഠിക്കണോണ്ടല്ല, പഠിക്കുന്ന പോലത്തെ ഒരു ജീവൻ ഞങ്ങളുടെ വേണം. ഞങ്ങളുടെ നല്ലത് കണ്ടെങ്കിലേ എന്നർത്ഥം ഒരു നല്ല മനുഷ്യൻ ഞങ്ങൾ കണ്ട് പഠിക്കറോ. അതുകൊണ്ടു നന്റെ നിസ്കാര കണ്ടിട്ട് ഓർത്ത പഠിച്ചോനെ എന്തൊരു നിസ്കാര ഇത് ചെന്ന് കണ്ടിട്ട് പഠിച്ചേണ്ടായി ഞാനൊരു നല്ല ആളുടെ അർത്ഥം. അതായത് നല്ല കറക്റ്റ് ഞാൻ കറക്റ്റ് നിസ്കരിച്ചെങ്കിൽ അല്ലേ ഇങ്ങനെ ബാക്കിൽ ഒരാൾ എന്നെ കണ്ടിട്ട് ആശിക്കറോ. അപ്പൊ നന്റെ സ്വഭാവം നല്ലാക്കണം ഉണ്ടായിട്ട് അർത്ഥം. ഏതായാലും റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ചൊല്ലുന്ന ഈ ദുആ വലിയ അർത്ഥവത്തായ ദുആ ആയിട്ട് ഒന്നും കൂടി എല്ലാവരും ഒന്ന് ചൊല്ലണമെന്നുണ്ടൊട്ടിക്ക് ഈ ഒരു ദുആ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് എല്ലാവരും ഒന്ന് രണ്ടൊട്ടിക്ക് ചൊല്ലണു. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ഞങ്ങളെ പടച്ചവനെ ഞങ്ങളെ റബ്ബേ ഹബ്ലന ഞങ്ങൾക്ക് നീ തരണു മിൻ അസ്വാജിന ഞങ്ങളെ പെഞ്ഞായിമാരിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളെ മാപ്പിളമാരിൽ നിന്ന് ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ തരണു. വദുർരിയാതിന ഞങ്ങളെ മക്കളെ ഭാഗത്തിൽ കൂടി ഞങ്ങൾക്ക് തരണു. എന്തിനെ തരണു? ഖുർറത അയുനിൻ കണ്ണുക കുളിർമ കിട്ടറ പോലത്തെ കണ്ണുക സംപാവുറ പോലത്തെ ഒരു അവസ്ഥ നീ കാട്ടിത്തരണു പഠിച്ചോനെ. വജഅൽനാ ഞങ്ങളെ നീ ആക്കണു ലിൽ മുത്തഖീന നിന്റെ പേടിച്ച് തഖ്വക്ക് കഴിഞ്ഞു പോണ്ട നല്ല മനുഷ്യന്മാർക്ക് നീ ഞങ്ങളെ ആക്കണം എന്തിനാക്കണു ഇമാമ അങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് പഠിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉള്ള ഒരു ജീവന നഗക്ക് നീ തരണു പഠിച്ചോനെ. ഈ ദുആ എല്ലാ ടൈമിലും ഞങ്ങൾക്ക് സാധ്യമുള്ള പോലെ ഞങ്ങൾ യാറ ആക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമായെങ്കിൽ
എത്ര നിങ്ങൾക്ക് ഫ്രീ ഉണ്ട്, എത്ര ടൈം ചൊല്ലകാവൂ. ഇത് ചെന്നെങ്ക് ഇത് ദ്വാർക്കറ ഒരാളായി തിന്നെങ്ക്, മങ്ങിലാവാത്ത ആളായി തിന്നെങ്ക് അയാൾക്ക് നല്ല പൊതുസട്ടാവൂ കിട്ട പെണ്ണ് അല്ലെങ്കിൽ കിട്ട ആണ് നല്ല ആളായിട്ട് ഈ ദ്വായപ്പം ദ്വാർക്കറ ആളുക. മാത്രല്ല മക്ക ഇല്ലാത്തങ്ക് മക്കാവൂ, മക്ക ആയെങ്കുമയ്യാവല മക്കളെ കൊണ്ട് ബെടക്ക് സ്വഭാവമുള്ള മക്കളായിട്ട് തിന്നെങ്ക് ആ ബാപ്പമ്മക്ക് കൊസീക്കല നെമ്മതീക്കല. അപ്പൊ മക്കളെ സ്വഭാവവും നല്ലാവുക ഇത് കാരണാവൂ. അങ്ങനത്തെ വലിയ മഹത്വമുള്ള ഒരു ആയത്ത് ചെന്നിട്ട് ഈ ആയത്തിലെ വിശദീകരണത്തിൽ മഹാന്മാർ നിങ്ങൾക്ക് ചെന്ന് തരുമ്പോ പിരുസത്തെ മൂമിനിങ്ങളെ ഈ ദുആ യാറാക്ക് ആൾമാറാവണ് നങ്ങ അള്ളാഹു അതുക്ക് തൗഫീഖ് തരട്ടെ. ഇതായിട്ട് മുഅ്മിനീങ്ങളായ നല്ല അടിമകൾ അള്ളാഹു താല എണ്ണിയ 12 ലക്ഷണങ്ങൾ. ഇതല്ല ചെന്നിട്ട് അള്ളാഹു താല ചൊല്ലു ഈ മുഅ്മിനീങ്ങ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഇതായിട്ട് അള്ളാഹു താല കൊടുക്കുന്ന ഗിഫ്റ്റ്. അള്ളാഹു താല കൊടുക്കുക പോണ്ടത് ഇതായിട്ടിക്കട് എന്തോ ഉലൈക യുജ്സൗനൽ ഗുർഫത, സ്വർഗത്തിൽ വലിയ ഒരു പവർ ഉള്ള ഒരു കെട്ടിട, ഒരു വലിയ ഒരു സൗകര്യമുള്ള ഒരു ജാഗ അള്ളാഹു താല കൊടുക്കൂ. എന്തൊക്കെ വേണായിട്ട് ബിമാ സ്വബറു, ഈ ദുനിയാവിൽ എന്തെല്ലാം കാണുമ്പോ അതെല്ലാം വിട്ടിട്ട് ക്ഷമിച്ചിട്ട് അള്ളാഹു വേണായിട്ട് അങ്ങ് ജീവിച്ചത് കൊണ്ട്. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, ആ സ്വർഗത്തിൽ അങ്ങ് ഇടുമ്പോ ബാരി കൊസി എല്ലാം അള്ളാഹു താല കൊസിലായിട്ട് അങ്ങ് ഇങ്ങനെ കൊടുക്കൂ. ആ സ്വർഗത്തിൽ കാൽ വെച്ച പിന്നെ എന്തൊരു ഹാപ്പി. തഹിയ്യതൻ വസലാമൻ, അവിടെ പിന്നെ നല്ലതല്ലാത്ത ബെടക്കൊന്നും അവിടെ കാണുക പോണ്ടില്ല. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ കിടന്നെങ്കിൽ പിന്നെ പുറത്തു പറകില്ല. ഹസുനത് മുസ്തഖറൻ വമുഖാമ, എന്തൊരു നല്ല അകല്ലേ ഈ സ്വർഗ. ഇതുപോലത്തെ ഒരു സ്വന്തം സ്വർഗ, ഒരു കുസി, ഒരു ആനന്ദ, ഒരു നെമ്മതി വേറെ എന്തിൽ കാണുക സാധ്യമുണ്ട്? ഒരിക്കലും കാണുക സാധ്യമില്ല. അതുകൊണ്ട് ഇത് കിട്ടണ കുൽ നബിയെ നിങ്ങൾ ചൊന്നു കൊടുക്കുന്ന ആൾമാർക്ക് മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ ദുആർക്കറങ്ങ അല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ മൈൻഡ് ഗുമാനാക്കല, നിങ്ങളെ മൈൻഡ് ആക്കല, നിങ്ങളൊരു തിരിഞ്ഞു നോക്ക് പോലും ഇല്ല. ചെന്നെങ്കിൽ നിങ്ങൾക്ക് വേണം അല്ലാഹു തആല ടൈമുക്ക് തരല. ഖുൽ നബിയെ നിങ്ങൾ ചെന്ന് കൊടുക്കും മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ ദുആർക്കില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ഗുമാനാക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദുആർക്കറങ്ങാവണം. അല്ലാഹു തആല ഈ ചെന്ന് 12 വിഭാഗങ്ങളുള്ള ആ നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.